വെള്ളം മാറ്റണം. ഞങ്ങളും കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം. ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. പാടാമോനെ. ക്ഷേത്രത്തിലേക്ക് പോകാൻ എത്ര മൈലുണ്ട്? 10-60 മൈൽ കാണുമെന്നാ തോന്നുന്നത്. ഏതായാലും കുഞ്ഞിന് ചോറ് നാളെ രാവിലെ കൊടുത്താൽ മതി. എന്തൊരു ഭംഗി. വരൂ. അങ്ങോട്ട് നോക്കിയമ്മേ, എന്തൊരു ഉയരം. മഞ്ഞ് മൂടി കിടക്കുന്നു. അത് കണ്ടോ? ശരിയാ മോളെ, നല്ല ചേല. അമ്മേ വേഗം വരും. അതാ അങ്ങോട്ട് നോക്കിയേ. എന്തൊരു ചേലായിരിക്കും. ഇല്ലല്ലേ, നോക്കൂ. ഡ്രൈവർ കുഞ്ഞിനെ നോക്കിക്കൊള്ളൂ. ഞാൻ ഇപ്പൊ വന്നേക്കാം. കുഞ്ഞോമനെ, 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 കുഞ്ഞോമനെ. അയ്യോ കുഞ്ഞോമനെ, കുഞ്ഞോമനെ, അയ്യോ കുഞ്ഞോമനെ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞാമനെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വട്ടമ്മ, ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ചവിട്ടിയിരുന്ന കല്ല് ഉരുണ്ടുപോയതും കാൽ തെറ്റി വീണതും ഒരുമിച്ച് കഴിഞ്ഞു. എല്ലാം വിധിയാണ്. മുലകൂടി മാറാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് രവി സാർ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോളെ, നീ വല്ലപ്പോഴും ഒക്കെ ചെന്ന് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പാവം കുഞ്ഞ് ഇത് വല്ലതും അറിയുന്നു. കൊച്ചമ്മേ, ഇനി രാജമ്മ കുഞ്ഞ് തന്നെ ആ കുഞ്ഞിനെ വളർത്തട്ടെ. തരുമെങ്കിൽ ഇങ്ങനെ എടുത്തോണ്ട് പോരെ. കൊണ്ടുപോരാൻ രവി സമ്മതിക്കുമോ? എന്റെ മോള് വല്ലപ്പോഴും ഒക്കെ ചെന്ന് ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്യണം. മേനോൻ
സാറേ ഇതുവരെ ആരും ഗുരുവായൂർ പോകാറില്ലേ? പോകുന്ന വഴിക്ക് കാറ് നിർത്താറില്ലേ? കാഴ്ച കാണാനും കല്ലേ ചവിട്ടാൻ കാല് എഴുതാനും ഒക്കെ വല്ല കാര്യമുണ്ടോ? ഇതാ ഞാൻ പറയുന്നത് എല്ലാം ഈശ്വര വിദ്യയാണെന്ന്. ഇതല്ലേ പങ്കാശം നേരം ഞാൻ പറയാറുള്ളത്. ഇൻഷുർ ചെയ്യണമെന്ന് താനും ഇൻഷുർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ലേ? ആ കുഞ്ഞോനെ കുഞ്ഞ് ഇൻഷുർ ചെയ്യുന്നെങ്കിൽ ഇപ്പൊ എത്ര വൃത്തിയാ കിട്ടുക. ഈ ബുദ്ധിയില്ലാത്തവർക്ക് നടന്നോളൂ. അല്ല അപ്പേ രൂപ കിട്ടാത്താണോ സങ്കടം? ആള് പോയ സങ്കടമില്ല. ആളും പോയി, രൂപയും പോയി. അതാണോ എനിക്ക് സങ്കടം. ആ പങ്കാശം പിള്ള ഇപ്പൊ എങ്ങോട്ടോ? ഞാനേ ഒരു കറവ പശുവിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കാം. തള്ള മരിച്ചവരും കുട്ടിക്ക് അറിഞ്ഞുകൂടല്ലോ, അതിന് പാല് കൊടുക്കണ്ടേ? ഈ കറവ പശുവിനെ അന്വേഷിച്ച് നടക്കാതെ ആ രവിയോടെ ആ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞൂടെ? കറവ പശുവിനെ മേടിച്ചാൽ ഉടനെ കറന്ന് ആ കുഞ്ഞിന് പാല് കൊടുക്കാം. കല്യാണം കഴിച്ചാലോ? ഞാൻ എന്ത് വിട്ടിയാണ് പറഞ്ഞ പോലെ കറക്കുന്ന ഭാര്യയെ കിട്ടില്ലല്ലോ. നിങ്ങൾ വിചാരിച്ചാലേ കറക്കുന്ന ഭാര്യ കിട്ടും. സത്യത്തില് പങ്കാശമുള്ള ഈ കയറോടുകൂടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്. ഇൻഷുർ ചെയ്തിട്ടില്ല. അതിനുള്ള സമയമായില്ല. കുഞ്ഞാണേലും അതിനും ആളും തരം കണ്ടാൽ അറിയാം. ഇപ്പം വല്ല വഴക്കവും ഉണ്ടോ? ഞാൻ തൊട്ടാലോടനെ അത് കാര്യം. പങ്കും ചേട്ടന് കുഞ്ഞുങ്ങളെ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞോമന കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് എങ്ങനെ വളരേണ്ടതായിരുന്നു? കുഞ്ഞോമന ഇല്ലാത്ത കുറവ് ഈ കുഞ്ഞിനെ നമ്മൾ അറിയിച്ചൂടാ. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്യും. കുഞ്ഞോമന കുഞ്ഞ് ഇതെല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട്. അല്ല രാജമ്മേ, കുഞ്ഞ് രാജമ്മയെ വല്ലാതെ വിഷമിപ്പിച്ച് കാണും. വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ചായമുക്കുഞ്ഞ് കൂടെ കൂടെ ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ഈ കുഞ്ഞെന്നെ ചക്രസാവ് ഇട്ട് ഒലിപ്പിക്കാന്. രാജമ്മയ്ക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. കടമ നിറവേറ്റുന്നത് നന്ദിക്ക് വേണ്ടിയല്ല. വല്ലവന്റെയും കുഞ്ഞിനെ വളർത്തുന്നത് കടമയാണ്. വല്ലവന്റെയും കുഞ്ഞോ? രവിച്ചേട്ടൻ ഇനിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ക്ഷമിക്കൂ രാജമ്മേ, ഞാൻ അറിയാതെ എന്തോ പറഞ്ഞുപോയി.